ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിറങ്ങിയ ഹമാസിൻ്റെ അടുത്തേക്ക് പോയ ആളാണ് ഇസ്രായേൽ. പക്ഷേ 4 ദിവസം കൊണ്ട് ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ആളാണ് ഇറാൻ്റെ ഭാഗത്തേക്ക് വന്ന അമേരിക്കയും ഇസ്രായേലും. ഇപ്പോൾ എന്തായി, 8ാമത്തെ ദിവസം എത്തിയിട്ടും ഒരു കാര്യമായ ഒരു പുരോഗതി ആ വിഷയത്തിൽ ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന ആക്രമണത്തിൽ ഇറാനിൽ സാധിപ്പിച്ചിട്ടില്ല. അതിൻ്റെ മ്ലാനത മറച്ചു വെക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യൂബയിലേക്കാണെന്നും മറ്റിടത്തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ നിറഞ്ഞു വയ്ക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ചർച്ച ഇവിടെ ഇല്ലാതിരിക്കുകയും ക്യൂബയുടെ ഭാഗത്തേക്ക് പോകണം, ആ ലെവലിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയും ചെയ്താൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നാണം കെടാണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂബയൊക്കെ ചർച്ച കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇവിടെ ക്യൂബയാണ് നമുക്ക് അടുത്ത ലക്ഷ്യം. കാരണം അവരെ കഠിനമായിട്ടുള്ള കരാറിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. അമേരിക്ക ലോക പോലീസാണ്, സമാധാനത്തിന് വേണ്ടി എന്ന് നിലനിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യത്തിൽ ആ ക്യൂബയെ മറയാക്കിയിട്ട് ഇറാൻ്റെ പരാജയത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി മാത്രമാണ്, ഒരു തന്ത്രം മാത്രമാണ്. അതറിയാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ക്യൂബയുടെ ആ പോസ്റ്റർ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്തതുണ്ട്. സത്യത്തിൽ അവരെ തന്നെ ഈ മറച്ചു വെക്കാൻ വേണ്ടി, സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി ചെറിയ തള്ളലുകൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യൂബക്കാർ പറഞ്ഞു, നിങ്ങൾ ആ ലെവലിലാണ് ആലോചിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യേണ്ടി വരും, അത് ആ സമയത്ത് നമുക്ക് പറയാം എന്നും പറഞ്ഞ് അവർ വൈൻഡപ്പ് ആക്കുകയും അല്ലെങ്കിൽ ആ പാഠം അവിടെ അടക്കുകയും ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം ക്യൂബക്കെതിരെ ഇങ്ങനെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അമേരിക്ക 4 ദിവസം കൊണ്ടൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കൂട്ടി വന്നതാണ്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ 4 അല്ല 40 ദിവസം കൂടിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല. കാരണം അവരുടെ ആയുധങ്ങളൊക്കെ ഒന്നും പുറത്ത് കാണുന്നില്ല, എല്ലാം 3D പിക്ചർ മാത്രമാണ്. അവിടെയാണ് ഇത്രയും 3-4 കോടിക്കണക്കിന് രൂപയുടെ മിസൈലുകൾ പതിപ്പിച്ച് ഊറ്റം കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ കാര്യം മനസ്സിലാക്കിയപ്പം ചർച്ച അതിൻ്റെ വഴിക്ക് പോയാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അതുപോലെ ബാക്കി അവരുടെ സിൽബന്ധികൾക്കും മോശം അഭിപ്രായം, മോശം പേര് വരുമെന്ന് കണ്ടപ്പം പെട്ടെന്നൊരു എടുത്ത ചാട്ടമാണ്, ക്യൂബയെ ഞങ്ങളിപ്പോൾ ശരിയാക്കും. അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ മാധ്യമങ്ങൾ അങ്ങ് പോയി. സത്യത്തിൽ ആ മറച്ചു പിടിക്കൽ നമ്മൾ കാണുമ്പോൾ പരാജയപ്പെട്ടു എന്ന് ഉറപ്പിക്കേണ്ടടുത്താണ്. കാരണം 4 ദിവസം കഴിഞ്ഞു, പിന്നെയും 4 ദിവസം കഴിഞ്ഞു, 8 ദിവസം കൊണ്ട് ലോക പോലീസായിട്ടുള്ള അമേരിക്കയ്ക്ക് പോലും ഇറാനിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെ ഇറാൻ പറഞ്ഞത്, ഞങ്ങളുടെ പുതിയ ആയുധങ്ങളൊക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങൾ അനുഭവിക്കാനും പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് കരുതിക്കൂട്ടി ഇരിക്കേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞതല്ലേ. പിന്നെ മരിക്കാനാണ് ഞങ്ങൾക്ക് പേടി, അതിന് തീരെ പേടിയില്ല. നിങ്ങൾക്കാണെങ്കിൽ മരണം ചിന്തിക്കാൻ പോലും പേടിയുള്ളവരാണ്. അതുകൊണ്ട് ആര് എന്ത് എങ്ങനെ എന്നുള്ളത് കാലക്കൂട്ടി മനസ്സിലാക്കി കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണെങ്കിലും ബങ്കറിലാണ് തുടരേണ്ടത് ഇനി ഇസ്രായേലുകൾ, അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ അതുമായി പൊരുത്തപ്പെടാൻ വേണ്ടി ഓരോ പൗരന്മാരും സഹകരിക്കുക എന്നൊരു ട്വീറ്റോടെയും അവിടെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി എല്ലാം ശുഭമാകുന്നുണ്ട്. അപ്പോൾ എന്തേ ഇതിൽ നിന്ന് കാണേണ്ട കാര്യം, ഇറാനും ഇസ്രായേലും അമേരിക്കയും എന്ന് പറയുന്ന വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ വലിയ ഒരു പോർമുനകൾക്ക് ഇറാൻ ഭരണകൂടത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആയത്തുള്ള ഖാമനയും ഏതാനും മുൻനിര നേതാക്കന്മാരും പോയി എന്നതിലുപരി ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ പോകുന്നതോട് കൂടി ഇവിടെ ഒന്നും വലിയ രൂപത്തിൽ അനക്കുണ്ടാവില്ല എന്ന് കരുതിയ നസ്ര തീവ്രവാദികൾക്ക് ആ കണക്കുകൂട്ടലുകൾ പറ്റെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം, നീതി ജയിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.